ഞങ്ങൾ കണ്ട പട്ടായ കാഴ്ചകളാണ് ഈ വ്ലോഗിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. നമ്മൾ ബാങ്കോക്കിൽ നിന്നാണ് പട്ടായയിലേക്ക് പോകുന്നത്. ഇക്കാമായി എന്ന് പറയുന്ന ബസ് ടെർമിനലിൽ നിന്ന് ഏകദേശം 160 ബാത്തിനാണ് നമ്മൾ ഈ കാണുന്ന ഒരു ടെമ്പോ ട്രാവലർ പോലത്തെ ഒരു വെഹിക്കിളിൽ നമ്മൾ പട്ടായയിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 1.5-1.5 മണിക്കൂറാണ് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. പട്ടായയിൽ നമ്മൾ കുറച്ചധികം സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ആദ്യം പോകുന്നത് സാഞ്ചുറി ഓഫ് ട്രൂത്തിലാണ്. അതിനുശേഷം നമുക്ക് ഒരു ടിഫാനി ഷോ, അതായത് പട്ടായയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ വേൾഡിൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാബറ ഷോ എന്ന് പറയപ്പെടുന്ന ടിഫാനി ഷോ നമ്മൾ കാണുന്നുണ്ട്. അതിന് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. അതിനുശേഷം നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലൂടെ പോകാനുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വ്ലോഗിനകത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തുന്നത്. പാക്കേജ് ഇല്ലാതെ തായ്ലൻഡിൽ പോകുന്ന വീഡിയോ കണ്ടിട്ട് എന്നെ ഒരുപാട് പേർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുള്ളായെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് പട്ടായ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ അവിടുന്ന് ഒരു ചെറിയ മിനി ബസ്സിലാണ് വന്നതെങ്കിലും നമ്മുടെ സാഞ്ചുറി ഓഫ് ട്രൂത്തിന് തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോപ്പ് എത്താറായപ്പോഴത്തേക്കിനും നമ്മൾ ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു 2 ബൈക്ക് ടാക്സി അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. ബസ്സിലുണ്ടായിരുന്ന ആ ഒരു ചേട്ടൻ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാനും വൈഫും നമ്മൾ നേരെ സാഞ്ചുറി ഓഫ് ട്രൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മൂടിയ കാലാവസ്ഥയാണ്. മഴ പെയ്യുന്ന ഒരു ലക്ഷണം ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷേ എന്നാലും ചൂടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ബൈക്ക് യാത്ര വളരെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് പട്ടായയിലും തായ്ലൻഡിൽ പോയിട്ട് നമ്മൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സാഞ്ചുറി ഓഫ് ട്രൂത്ത് ആണ്. കഴിഞ്ഞ 43 വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിൾ ബേസ്ഡ് മ്യൂസിയമാണ് ശരിക്കും സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ. അത് ഒരു ബുദ്ധിസം, ഹിന്ദുയിസം ബിലീഫും കൂടെ ചേർന്നിട്ടുള്ള ഒരു തായ് ആർക്കിടെക്ചർ വെച്ച് ഉണ്ടാക്കുന്ന ഒരു മ്യൂസിയമാണ്. 2025 മാത്രമേ കൺസ്ട്രക്ഷൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നാലും ഇപ്പോഴും പബ്ലിക്കിന് വേണ്ടിയിട്ട് അത് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ നമ്മൾ അവിടെ പോയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ക്ലൂക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി എടുക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ ചെന്ന് എടുക്കുവാണെങ്കിൽ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത്, ഞങ്ങൾ അവിടെ ചെന്നിട്ട് ക്ലൂക്കിന് എടുക്കാമെന്ന് കരുതി. ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ക്ലൂക്കിന് ടിക്കറ്റ് എടുത്തത്. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം, എന്നാലേ അവർ സെർവറിൽ അപ്ഡേറ്റ് ആയിട്ട് ടിക്കറ്റ് തരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിൽ നിങ്ങൾ ക്ലൂക്ക് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ഏകദേശം ഒരു തീം, ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. പിന്നെ മാത്രമല്ല ഇവിടെ ബ്രഹ്മാവ്, ശിവൻ, ഗണപതി അങ്ങനെയുള്ള ഹിന്ദു ദൈവങ്ങളും ഇവിടെ കംപ്ലീറ്റ്ലി തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്, ഒരു ടെമ്പിൾ കം മ്യൂസിയമാണ് ഈ ഒരു സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അരമണിക്കൂർ സമയം കിട്ടിയപ്പം നമ്മൾ രാവിലെ 7-Eleven നിന്ന് മേടിച്ച ആ ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് നമ്മൾ അവിടുന്ന് തന്നെ ചൂടാക്കി കഴിച്ചു. അങ്ങനെ എല്ലാ സ്ഥലത്തും മിക്ക ഇതുപോലത്തെ സെൻറ്റേഴ്സിലെല്ലാം, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെല്ലാം ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഞങ്ങൾക്ക് ദൂരെ കാണുന്നതാണ് സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളിങ്ങോട്ട് ഇറങ്ങി കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് വേണം പോകാൻ. കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് റിഫ്രഷ്മെൻറ്റ് ഏരിയസൊക്കെ ഉണ്ട്. നമ്മളെടുക്കുന്ന പാസ് നമ്മളിവിടെ കാണിക്കണം. നമ്മൾ ക്ലോക്കിൽ നിന്ന് എടുക്കുന്ന പാസ് നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് നമ്മളിവിടെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പതുക്കെ താഴോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഗൈഡുമാരുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ, അറബി, ഇംഗ്ലീഷ്, അറബി അങ്ങനെയുള്ള ഒരുപാട് ലാംഗ്വേജിലുള്ള ഗൈഡുകൾ ഇവിടെ കാണും. അതിൻ്റെ ടൈമും അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓരോ ഗൈഡുകളും നമ്മൾ ഈ ടൂറിസ്റ്റുകൾക്ക് അവർ ഈ സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം അതുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നാൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെന്ന് താഴെ എത്തുമ്പോഴാണ് കുറേ ഹെൽമറ്റുകൾ അവരവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ നമ്മളും ഹെൽമറ്റൊക്കെ ആയിട്ട് വേണം പോകാൻ കേട്ടോ. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. തടിയൊക്കെ വെച്ചിട്ടാണല്ലോ പണിത്. അപ്പം മേളിൽ എന്തെങ്കിലും സാധനമൊക്കെ ഒന്ന് തലയിൽ വീണാലും കുഴപ്പമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹെൽമറ്റ് തരുന്നത്. അപ്പോൾ ഹെൽമറ്റൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പതുക്കെ അങ്ങോട്ട് ചെല്ലാൻ. അപ്പോൾ അതിന് ശേഷമുള്ളത് ഗൈഡുണ്ട്. ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നമ്മളുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ. ഈ വേറെ ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ ഗൈഡിനോടുണ്ടാകും. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവർ ഈ ഒരു മ്യൂസിയത്തിന് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ശില്പങ്ങളാണ്. ഇതൊക്കെ കംപ്ലീറ്റ്ലി തടി കൊണ്ടാണ് പണിയുന്നത്. തേക്ക് ഉൾപ്പെടുന്ന കുറേ മരങ്ങൾ വെച്ചിട്ടാണ് ഈ സംഭവമൊക്കെ പണിയുന്നത്. മഹാഗണി കൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. വേറെ എനിക്കറിയാത്ത കുറേ മരങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ പണിയുന്നത്. കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഗൈഡുമാർ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഇതെങ്ങനെ ഇത് പണിഞ്ഞു, ഇതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ എന്താണ് ഇതിനകത്തുള്ള ദൈവങ്ങൾ, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഇതിൻ്റെ ഹിസ്റ്ററി, അതിനെപ്പറ്റിയൊക്കെ ഉള്ള ബ്രീഫായിട്ടുള്ള സെഷനാണ് ഈ ഗൈഡുമാർ കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും.
അല്ലെങ്കിൽ നമുക്ക് കണ്ട് മാത്രം മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടും എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഫൂട്ടേജ് ഒന്നും അതിൻ്റെ ഇടുന്നില്ല. We do not finish on that part yet. So temporarily, use concrete nails. Okay, please come in front of one. It's right here. പിന്നെ മറ്റൊരു കാര്യം ഗൈഡ് പറഞ്ഞത് ഇത് കംപ്ലീറ്റ്ലി തടി കൊണ്ടാണ് പണിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസത്തിലൊന്നും ഒരു മെറ്റൽ പാർട്ടും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എല്ലാം തന്നെ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്യുന്ന ഈ 2 തടികൾ തമ്മിലുള്ള ലോക്കിംഗ് മെക്കാനിസം വെച്ചിട്ടാണ് എല്ലാ ലോക്കും എല്ലാ തടികളും ഇവർ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവർ പറഞ്ഞ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം. ഈ കാണുന്നതാണ് സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ഇൻറ്റീരിയർ. കാണുവാണെങ്കിൽ മനസ്സിലാവും ആണ്ട് പണിയൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് അകത്ത് ഏണിയൊക്കെ ചാരി വെച്ചിരിക്കുന്നു. റൂഫ് എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മേഡ് ഓഫ് വുഡ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഒരുപാട് ദൈവങ്ങൾ, ഇപ്പം എർത്തിൻ്റെയും വാട്ടറിൻ്റെയൊക്കെ ഗോഡ് ഓഫ് വാട്ടർ, ഗോഡ് ഓഫ് എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗോഡ് ഓഫ് എയർ, അങ്ങനെ ഒരുപാട് ദൈവങ്ങളുടെ രൂപങ്ങളും ഗണപതിയുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പണിക്കാരാണ് കേട്ടോ, പണിയോണ്ടിരിക്കുന്ന പണിക്കാരാണ്, നമുക്ക് കാണാൻ പറ്റും അതൊക്കെ. ഇതൊരു ലിഫ്റ്റാണ് കേട്ടോ, ഇവിടുത്തെ സ്റ്റാഫിന് വേണ്ടി മാത്രം ആക്സസ് ഉള്ളൊരു ലിഫ്റ്റാണ്. പണിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് ആയിരിക്കും. മേ ബി ചിലപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ ചിലപ്പോൾ ഇത് ഫംഗ്ഷനിങ് ആവുമായിരിക്കും. അങ്ങനെ നമ്മുടെ സാഞ്ചുറി ഓഫ് ട്രൂത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അടിപൊളി ഫോട്ടോ ലൊക്കേഷൻ ആട്ടോ, നിങ്ങൾ വന്ന ഉറപ്പായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം, സൂപ്പർ ഫോട്ടോസ് ആയിരിക്കും. നമ്മളിനി അടുത്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. നമ്മുടെ റൂം നമ്മൾ പട്ടായിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1700 രൂപയാണ് നമ്മുടെ റൂമിനായത്. നമ്മൾ ക്ലൂക്ക് എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് വീണ്ടും അടുത്ത ടാക്സി വിളിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഓട്ടോമാറ്റിക് സ്വിഫ്റ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ, ഒരു ലേഡിയാണ് സ്വിഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊന്ന് ഫ്രഷായിട്ട് നമ്മൾ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാബറ ഷോ ആയിട്ടുള്ള ടിഫാനി ഷോ കാണാനാണ്. നമ്മൾ റൂം എടുത്തിട്ടുള്ളത് നമ്മുടെ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിന് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാൻ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ ടിഫാനി ഷോയിലേക്ക് പോകാം. ഏകദേശം 1800 ഇന്ത്യൻ രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാബറ ഷോ എന്ന് പറയുന്ന ഷോ നിങ്ങൾക്ക് പട്ടായയിൽ ടിഫാനി ഷോയിലൂടെ കാണാൻ പറ്റും. ക്ലൂക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. 1800 രൂപയാണ് ഒരാൾക്ക് ഓഫർ ചെയ്യാനായിട്ട് കിട്ടുന്നത്. എന്താണ് ടിഫാനി ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തായ്ലൻഡിലെ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്യാബറ ഐറ്റമാണ് ഈ ഒരു ടിഫാനി ഷോ എന്ന് പറയുന്നത്. കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ലേഡി ബോയ്സ് അല്ലെങ്കിൽ ഷീമെയിൽസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. വളരെ സൂപ്പറായിട്ടുള്ള തിളങ്ങുന്ന ജ്വല്ലറിയും കോസ്റ്റ്യൂമും ആർട്ട് വർക്കും സിനിമാറ്റിക് എഫക്ട്സും അങ്ങനെ ഒരുപാട് സെറ്റിംഗ്സിൽ ചെയ്യുന്ന വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ഷോ ആണ് ടിഫാനി ഷോ. എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും കാണാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആണ് ഈ ടിഫാനി ഷോ എന്ന് പറയുന്നത്. ഏകദേശം ഒരു മണിക്കൂറാണ് ഷോയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഷോയ്ക്ക് ശേഷം നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇതിനകത്ത് പെർഫോം ചെയ്ത ആൾക്കാരുടെ കൂടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും പറ്റും. പക്ഷേ അത് ഫ്രീ അല്ല, ഒരു ഫോട്ടോയ്ക്ക് 100 ബാത്താണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞത്. നിങ്ങൾക്ക് ഷോ എൻജോയ് ചെയ്യാം, ഫോട്ടോയ്ക്ക് എടുക്കാം. ഫോട്ടോയ്ക്ക് നിങ്ങൾ സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ വർത്തായിട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെക്ടാക്കുലർ ഷോ ആണ് ടിഫാനി ഷോ. നിങ്ങൾക്ക് 18 വയസ്സിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം ഇത് 18+ അഡൽട്ട് കണ്ടന്റ് ആണ് ഇനിയുള്ളത്. പട്ടായയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെക്സ് ടൂറിസം പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതിന് പേരുകേട്ടൊരു സ്ഥലമാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബേസിക്കലി സെക്സ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അഡൾട്ടായിട്ടുള്ള 18+ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലബ്ബും പബ്ബും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഞങ്ങൾക്ക് ബേസിക്കലി നൈറ്റ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൽ ബാങ്കോക്കിലെ കൗസൻ സ്ട്രീറ്റിലെ നൈറ്റ് ലൈഫാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് എനിക്ക് അത്ര സെറ്റ് അത്ര വൈബായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ട പട്ടായയിലെ കാഴ്ചകൾ 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കും പാക്കേജ് എടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ കപ്പിളുമായിട്ടോ സോളോ ആയിട്ടോ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് തായ്ലൻഡിലെ ബാങ്കോക്കും പട്ടായയും ക്രാബിയൊക്കെ. ഞങ്ങൾ ക്രാബി പോയിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രിയപ്പെട്ട കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ദീപക് സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മല്ലു ഗരാജ്. താങ്ക് യു.